ഞാൻ സംഖ്യയായി സമാധാനമായല്ലോ. രാജ്യത്തിന്റെ നിലനിൽപ്പ് പ്രധാനമാണെന്നുള്ള രീതിയിൽ സത്യം പറയുമ്പോൾ അവൻ സംഖ്യയാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നേ. ഈ രാജ്യത്തിനെ മുടിപ്പിക്കാനായിട്ട് വരുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരും ഭീകരന്മാർക്കും ഓശാന പാടം കിട്ടുന്ന മതേതര പട്ടം എന്റെ പട്ടിക്ക് പോലും വേണ്ട. ചങ്ങായിമാരെ നമ്മളെ വിനോദ് നായരുണ്ടല്ല വീണ്ടും വന്നിട്ടുണ്ടാ. മൂപ്പറെന്താ പറയുന്നറിയാം, മൂപ്പർ സംഖ്യ ആയതല്ല പോലും, നമ്മളൊക്കെ കൂടി മൂപ്പറ സംഖ്യയാക്കിയതാണ് പോലും. എന്റെ വിനോദ് നായരെ, നീ സംഖ്യ ആവുകയോ ആവാതിരിക്കുകയോ ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഉണ്ടല്ല, നീ സംഖ്യയാണെങ്കിൽ അതാണെന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടല്ല, ആ തന്റെ ഇടെങ്കിലും ഒന്ന് കാണിക്കട്ടാ. അല്ലാതെ ഇത്രയും കാലം സംഖ്യക്കെതിരെ മാത്രം വീട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടല്ല ആ വീട് മൊത്തം മുക്കിയിട്ട് ഇപ്പൊ സംഖ്യകളെ സുഖിപ്പിക്കുന്ന വീട് ചെയ്യുന്നില്ലേ, ആ വീട് ചെയ്തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ല വേറൊരു പേരാ പറയാ, വേറൊരു പേര്. അതായത് ആ ഒരു സമ്മൂടില്ല, അതില്ലാത്തതിന്റെ കുഴപ്പമാണ് നായർ ഇപ്പൊ കാണിക്കുന്നത്. എന്തായാലും നമുക്കുണ്ടല്ല നമ്മളൊക്കെ കൂടി നായർ സംഖ്യയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നായർ ചെയ്തൊരു വീഡിയോ കാണാം, അതിനുശേഷം നായർക്കുള്ള മറുപടി കൊടുക്കാം. അമിത്ഷാ രാജ്യം മുഴുവൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാർ എവിടെയെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നു, എവിടെയെല്ലാം ഒളിച്ചു താമസിക്കുന്നു. കേരളത്തിലുൾപ്പെടെയുള്ള ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നില്ലേ, അങ്ങനെയുള്ള ബാംഗ്ലാദേശികളെയും അമിത്ഷായുടെ ഈ കമ്മിറ്റി പൊക്കും, നേരെ തിരിച്ച് പറഞ്ഞുവിടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്യൂഡോ മതേതരന്മാരുണ്ടല്ലോ, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ, അയ്യോ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കളഞ്ഞ് നിലവിളിക്കുന്നത് നമുക്ക് കാണാം. ഈ ബാംഗ്ലാദേശികളെ നുഴഞ്ഞുകയറ്റക്കാരെ എല്ലാം സ്നേഹിക്കുന്ന കുറച്ചിട്ടുള്ള മുസ്ലിം പ്രേമം മതി എന്ന് ഞാൻ പറയും. കാരണം രാജ്യമാണ് പ്രധാനം, അല്ലാതെ മതേതരത്വമല്ല. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. എല്ലാ ശുദ്ധ ഉടായ്പകൾക്കും കൂട്ടുനിൽക്കുന്ന മതേതരത്വം ഇനി ഇന്ത്യക്ക് വേണ്ട. ഞാൻ സംഖ്യയായി സമാധാനമായല്ലോ. രാജ്യത്തിന്റെ നിലനിൽപ്പ് പ്രധാനമാണെന്നുള്ള രീതിയിൽ സത്യം പറയുമ്പോൾ അവൻ സംഖ്യയാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നേ. ഈ രാജ്യത്തിനെ മുടിപ്പിക്കാനായിട്ട് വരുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരും ഭീകരന്മാർക്കും ഓശാന പാടം കിട്ടുന്ന മതേതര പട്ടം എന്റെ പട്ടിക്ക് പോലും വേണ്ട. പട്ടിക്ക് പോലും വേണ്ടെന്നൊന്നും പറയില്ല നായരെ. കാരണം ഉണ്ടല്ല, പട്ടിക്ക് നിങ്ങളെയും കാട്ടി അന്തസ്സുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും പട്ടിനെയും ഒരുമിച്ച് പറയാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞു രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളൊക്കെ കൂടി സംഖ്യയാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഒരുപാട് ബംഗ്ലാദേശികൾ നമ്മളെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിലധികമായി BJP ഭരിക്കുന്ന നമ്മളെ രാജ്യത്തേക്ക് ഇങ്ങനെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളെല്ലാം ഒരു കുഴപ്പമില്ലാതെ ഈസി ആയിട്ട് നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണ് നായരെ? അപ്പൊ നിങ്ങൾ ഈ പൊക്കി പറഞ്ഞ BJPയുടെ രാജ്യസുരക്ഷയില്ല, ആ രാജ്യസുരക്ഷ എവിടെയാണ് കാണിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്റെ നായരല്ല എന്തെങ്കിലും ഒന്ന് മൊഴിയുമോ? അതായത് ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനിലേക്കും എപ്പോ വേണമെങ്കിലും തോന്നുമ്പോ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നതിനെയാണോ നിങ്ങൾ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് നായരെ? അതുകൊണ്ട് അങ്ങനെയൊക്കെ ന്യായീകരിക്കുന്ന നായരെക്കാളും അന്തസ് നായരുടെ പട്ടിക്കുണ്ട്. പിന്നെ നായരോട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്കണ്ടല്ലേ BJP ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിനു വേണ്ടി താങ്കൾ ഇത്രയും കാലം BJPക്കെതിരെ പറഞ്ഞ എല്ലാ വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോ മൊത്തം മുക്കിയിട്ട് ഇമാതിരി നായർ തരാം ഇപ്പൊ വന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് എന്റെ നായരെ. അത് ഏത് സാധനം ഇല്ലാത്തതെന്ന് നായർക്ക് മനസ്സിലായില്ല. ഇനി ഒരു കാര്യം കൂടി, എന്റെ വീഡിയോക്ക് അങ്ങനെ നായരെ നിങ്ങളുണ്ടല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയും, അതില്ലാത്തതിന്റെ കുഴപ്പം തന്നെയാണ് നിങ്ങൾക്ക് നായരെ. പിന്നെ നായരുണ്ടല്ലോ ഇസ്ലാമോഫോബിയെ കുറിച്ചൊക്കെ സംസാരിച്ച് എന്റെ നായരെ ഇത്രയും വലിയ ഇസ്ലാം വിരുദ്ധ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണോ നിങ്ങളുടെ കപട മതേതരനെ മുഖാണിഞ്ഞിട്ട് മൊത്തം മുസ്ലിങ്ങളെ മാത്രമല്ല ഞാനടക്കുന്ന ഹിന്ദുക്കളെയും ക്രൈസ്തവരൊക്കെ ഇങ്ങനെ പഠിച്ചത്? അതുകൊണ്ട് മതേതരത്തിന്റെ മുഖംമുടിയാണ് ഇത്രയും കാലമുണ്ടല്ല ജനങ്ങളെ പഠിച്ചത് നാണവും മാനവും ഉളുപ്പില്ലാത്ത നിങ്ങളാണ് നായരെ. ഇനി നിങ്ങളൊക്കെ ആരാണ് വിശ്വസിക്കുന്ന നായരെ? ചിലപ്പോഴല്ല ബുദ്ധിമുട്ടാത്ത സംഖ്യകൾ നിങ്ങളെ വിശ്വസിക്കായിരിക്കും, അല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരാൾ പോലും ഇനി അങ്ങോട്ട് നിങ്ങളെ വിശ്വസിക്കൂല. ഇനി നിങ്ങളുണ്ടല്ലോ നായരുടെ അടുത്ത വീഡിയോ കാണുമ്പോൾ നായരെ കുറിച്ചുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് നായരുണ്ടല്ല പെട്ടെന്നൊരു ദിവസം സംഖ്യയായതല്ല, നായർ പണ്ടേ സംഖ്യയായിരുന്നു. സംഖ്യസുണ്ടല്ല നായരുടെ മനസ്സിന്റെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതായത് ഹിന്ദുത്വ വർഗീയത എന്ന് പറഞ്ഞ ആശയമുണ്ടല്ല, ആ ആശയം നായരുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും സമയം കിട്ടിയപ്പോഴാണ് നായരുണ്ടല്ല ആ സാധനം എടുത്ത് പുറത്തിട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ മുനമ്പം വിഷയത്തിൽ BJP ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. BJP അധികാരത്തിൽ വരുന്നെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പം നിന്ന് ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുകയായിരിക്കും BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വളരാനുള്ള ഒരു വഴി. കാരണം ക്രിസ്തീയ സഭകൾക്കൊപ്പം നിന്ന് അവരുടെ ചില അനാവശ്യമായിട്ടുള്ള ദുർവാശികൾക്കും പിടിവാശികൾക്കും അല്ലെങ്കിൽ അവരുടെ ചില സ്വാധീനങ്ങൾക്കും എല്ലാം വഴിപ്പെട്ടു പോയി കഴിഞ്ഞാൽ BJPയിൽ നിന്ന് അകന്നു പോകുന്നത് ഹിന്ദു സമൂഹമായിരിക്കും. BJPയെ സംബന്ധിച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന ഹിന്ദുക്കളെ മാത്രമാണ്. മുസ്ലിമുകൾ വോട്ട് ചെയ്യുമോ BJPക്ക്? ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമോ? ചില സമയങ്ങളിൽ മുസ്ലിമുകളോടുള്ള എതിർപ്പിന്റെ പേരിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമായിരിക്കും. അത് ശാശ്വതമല്ല. അതുകൊണ്ട് ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ ആവരുത് BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ വളർച്ച എന്നുണ്ടെങ്കിൽ BJPയുടെ നേതൃത്വം ചെയ്യേണ്ടത് തൽക്കാലം ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒപ്പം നിൽക്കുന്ന ജനവിഭാഗം ഏതാണോ അവർക്കൊപ്പം നിൽക്കുക. എന്റെ നായരെ, താങ്കൾ ഇപ്പൊ വന്നിട്ട് BJP ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം തുപ്പിയതുണ്ടല്ലോ, ആ തുപ്പിയത് തന്നെ നിങ്ങൾ വീണ്ടും
കഴിക്കുന്നത് പോലെയല്ലേ നായരെ നിങ്ങളെ വർത്താനം. അതായത് ഇത്രയും കാലം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞത് BJP ഉണ്ടല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു മണ്ണാങ്കട്ടിയും ചെയ്തില്ലാന്നാണ്. പക്ഷെ എന്താ ചെയ്യുക, നിങ്ങളെ വീഡിയോ മൊത്തം ഉണ്ടല്ല ഒരറ്റടിക്കങ്ങ് മുക്കിക്കളഞ്ഞു. പിന്നെ നായരെ മുനമ്പത്തുള്ള ആൾക്കാരല്ലേ ആ പാവങ്ങളെ പറ്റിച്ചത് CPM-ഓ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഒന്നല്ല, അതുണ്ടല്ല നിങ്ങളിപ്പോ സുഖിപ്പിക്കുന്ന സംഖ്യകളില്ലേ ആ സംഖ്യകൾ തന്നെയാണ്. അതായത് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തിയിട്ട് ഈ സ്ഥലവും വീടും ഉണ്ടല്ല നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞത് ആ സമരപ്പന്തലിൽ പോയിട്ട് BJP-യുടെ നേതാക്കന്മാർ തന്നെയാണ് എന്റെ ചാണക നായരെ. അതായത് അവരെ പറ്റിച്ചതും ചതിച്ചതും സംഖ്യകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുനമ്പത്തെ വിവരവും ബുദ്ധിയുള്ള മനുഷ്യരുണ്ടല്ല അവര് നിങ്ങളെ സംഖ്യക്കണ്ടില്ല BJP-ക്ക് വോട്ട് ചെയ്യാതിരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളെ സംഖ്യയിലുണ്ടല്ല പണ്ടിട്ടില്ല ശബരിമലയിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു പറഞ്ഞു. ആ നിയമനിർമ്മാണം ഉണ്ടല്ല ഇതുവരെ പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഹിന്ദുക്കളെ തന്നെ പറ്റിക്കുന്ന നിങ്ങളെ സംഖ്യകളെ ഏത് ഹിന്ദു ആണ് വിശ്വസിക്കുക എന്റെ ചാണക നായരെ. പിന്നെ BJP ഉണ്ടല്ല ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു തെളിവ് എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരുമോ എന്റെ നായരെ. നായർക്ക് സംഖ്യകൾ എന്തെങ്കിലും നക്കാപ്പിച്ച തന്നിട്ടുണ്ടാവും. ആ നക്കാപ്പിച്ച വാങ്ങിയിട്ട് നായരുണ്ടല്ല ഇങ്ങനെ സുഖിപ്പിച്ച് തന്നെ നടന്നോ. അല്ലാതെ നായന്മാര് വർത്താനം പറയുമ്പം എല്ലാ ഹിന്ദുക്കളും വന്നിട്ട് സംഖ്യകളെ അങ്ങ് സ്നേഹിക്കുന്ന നായർക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ ധാരണയുണ്ടല്ല 4 മടക്കിയിട്ടുണ്ടല്ല നായരുടെ കീശ തന്നെ വെച്ചാൽ മതി. നായർക്ക് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ വരുന്നത് നായരുടെ തലയിലുണ്ടല്ല ഇപ്പുണ്ടല്ല ചാണകമുണ്ടല്ല ലോഡായിട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നായർക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ഇതേ നായരുണ്ടല്ല വേറൊരു വീഡിയോയിലുണ്ടല്ല വന്ദേ മാതരത്തെ കുറിച്ചും സംഖ്യയുടെ രാജസ്നേഹം ഉണ്ടല്ല ആ രാജസ്നേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. എന്റെ നായരെ വന്ദേ മാതരവും രാജസ്നേഹവും സംഖ്യകളുണ്ടല്ല സംഖ്യകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് യഥാർത്ഥ രാജസ്നേഹികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടല്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സംഖ്യയിലുണ്ടല്ല ബ്രിട്ടീഷുകാരുടെ ഷൂ പോളിഷ് ചെയ്യലായിരുന്നു എന്റെ നായരെ. ഈ കാര്യം ഞാനല്ല ആദ്യമായിട്ട് പറഞ്ഞത് എന്റെ നായരെ, നിങ്ങൾ തന്നെ നിങ്ങളെ പല വീട്ടിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഖ്യകളെ കുറ്റം പറഞ്ഞ നിങ്ങളുണ്ടല്ലോ ഇപ്പൊ പോയിട്ട് സംഖ്യയുടെ ഷൂ പോളിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എന്റെ നായരെ എന്തൊരവസ്ഥയാണ് നിങ്ങളത്. നിങ്ങളെ നായക്കുണ്ടല്ല നിങ്ങളെ നായക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്റെ നായരെ. ഇനിയിപ്പോ നായരെ നിങ്ങൾ മാത്രമൊന്നല്ല സംഖ്യക്ക് ഷൂ പോളിഷ് ചെയ്തത്. നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ അകത്തുണ്ടല്ല നമ്മുടെ സ്വാമിയില്ലേ രമേശസ്വാമി മൂപ്പർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വാദിച്ചു എന്റെ നായരെ. ആ രമേശസ്വാമിക്ക് വേണ്ടത് ഞാനൊരു വീഡിയോയിലുണ്ടല്ല നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രമൊന്നല്ല നിങ്ങൾക്കുണ്ടല്ല ഒരു ബെൽറ്റ് ടീം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നിങ്ങളെപ്പോലത്തെ കുറെ എണ്ണത്തിലെ സംഖ്യ ഉണ്ടല്ല നല്ല വിലക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, നിങ്ങളെപ്പോലത്തെ കുറച്ച് നാറികളെ കൊണ്ടുണ്ടല്ല എന്നെ പോലുള്ള മതേതരക്കാരായ ആൾക്കാരുണ്ടല്ല അവരെ പോലും ഇപ്പൊ ചില ആൾക്കാരുണ്ടല്ല സംശയത്തോടെ കൂടിയാണ് കാണുന്നത് എന്റെ നായരെ. അതായത് ഞാനടക്കമുള്ള ടീമും കാലുമാറുമോ എന്ന് ചില ആൾക്കാർക്ക് സംശയമുണ്ട് എന്റെ നായരെ. ആ സംശയത്തിന് കാരണമുണ്ടല്ല നിങ്ങളെപ്പോലത്തെ നാറികളാണ് നായരെ. പക്ഷെ എന്താ ചെയ്യാ, നായർക്കില്ലാത്ത ഒരു സാധനം ഉണ്ടല്ല ആ സാധനം നമുക്കുണ്ട്. അതായത് ഞാനൊക്കെ ഉണ്ടല്ല ഒരു പിതാവിനുണ്ടായതാണ് നായരെ. അതുകൊണ്ട് ഞാനൊക്കെ ഉണ്ടല്ല ഒരിക്കലും നിങ്ങളെപ്പോലെ നാണവുമാനും ഉളുപ്പില്ലാതെ കാലുമാറില്ല. അപ്പൊ ഇത്രയും കാലം സംഖ്യക്കെതിരെ ആഞ്ഞടിച്ചിട്ട് ആ വീഡിയോ മൊത്തം മുക്കിയിട്ട് ഇപ്പൊ നാണവുമാനും ഉളുപ്പില്ലാതെ വന്നിട്ട് സംഖ്യകളെ സൂചിപ്പിക്കുന്ന നായർക്കും എനിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.